ഹലോ, നമുക്ക് ഇന്നൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? 1/2 കിലോ വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ ഇത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസും കൂടെ ചേർത്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നല്ല ഫ്ലഫി ആവുന്നിടം പോലെ നല്ല ഹൈ സ്പീഡിൽ ഇട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിനൊരു ചെറിയ യെല്ലോ കളർ ഇല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് മാത്രം യെല്ലോ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കുറേശ്ശെ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചുല വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുള്ളിൽ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. ഇനി അതൊന്ന് ടാപ്പ് കൂടെ ചെയ്ത് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് ഒരു 25 മിനിറ്റ് മാത്രം വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം തീയ. ഇനി കേക്ക് ബേക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് സിറപ്പ് തയ്യാറാക്കി വെക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം ആറിയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചും കൂടി എടുത്ത് വേണം നമുക്ക് കേക്കിലേക്ക് വെറ്റ് ചെയ്യാനെടുക്കാൻ. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്ക്. ഇനി നമുക്ക് കേക്കിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ബ്രില്യൻ തയ്യാറാക്കാനായിട്ട് 1/2 കപ്പോളം ബദാമും പിസ്തയും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം തണുത്ത് വരുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ബ്രില്യൻ തയ്യാറാക്കാനായിട്ട് 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 ഡ്രോപ്പ് മാത്രം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതൊരു ബട്ടർ തേച്ച ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇതിനുശേഷം നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് തയ്യാറാക്കാനായിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ആയാലും മതി. ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കട്ട പിടിച്ച പോലെ തോന്നും. പക്ഷേ അത് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മെൽറ്റായി മാറിക്കോളും. ആ സമയത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കട്ടയെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നല്ലപോലെ തണുപ്പിച്ച ഒരു പാത്രത്തിലേക്ക്
1/4 കപ്പോളം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീറ്ററിൻ്റെ ബ്ലേഡ് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് സ്റ്റിഫ് ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോസ് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പ്രളയന ഒന്ന് ക്രഷ് ചെയ്തും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് നമുക്കൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ലെയർ ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രളനും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 3 ലെയർ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ക്രം കോട്ട് ചെയ്ത് ഒന്ന് ഫ്രീസറിലേക്ക് സെറ്റ് ആകാനായിട്ട് വെക്കുന്നുണ്ട്. ഈ 10 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഫൈനൽ കോട്ട് ഒന്ന് ചെയ്തെടുക്കുവാണ്. ഇനി ചുറ്റിൽ സ്ക്രാപ്പർ വെച്ചിട്ടൊരു ചെറിയ ഡിസൈൻ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നോസിൽ വെച്ചിട്ട് ചെറിയ പൂ പോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗറിൻ്റെ ബോൾസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും വെച്ച് കൊടുത്ത് പേരും എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിലൂടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പ്രളയൻ ഉണ്ടല്ലോ, അത് ആ സൈഡിലെ ബോർഡർ പോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 1/2 kg വരുന്ന ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയും ഡിസൈനും ഒക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.